ഹായ് ഫ്രണ്ട്സ്, PSC വേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും 25 ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ ആണ്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ആരാണ് ആറ്റം കണ്ടെത്തിയത്? ജോൺ ഡാൾട്ടൺ ആണ്. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ആരാണ്? ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ആരാണ്? കണാദമുനിയാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോണുമാണ്. ഓർത്തിരിക്കുക, മാറിപ്പോവരുത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. എങ്കിൽ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. അടുത്ത ക്വസ്റ്റ്യൻ, ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഒന്നും കൂടി നമുക്ക് നോക്കാം. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഷെൽ എന്നറിയപ്പെടുന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഒരു അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പുകൾ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. ഐസോട്ടോണുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ മാസ നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. എന്താണ് ഐസോബാർ? ഒരേ മാസ നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാർ എന്നറിയപ്പെടുന്നത്.
എന്താണ് ഐസോടോപ്പുകൾ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. ഐസോട്ടോണുകൾ എന്തായിരുന്നു? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് ഫ്രെഡറിക് സോഡി. ആരാണ് ഐസോടോപ്പ് കണ്ടെത്തിയത്? ഫ്രെഡറിക് സോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്യൂട്ടൂറിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രിഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോഡിയാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്യൂട്ടൂറിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ട്രിഷ്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് രസതന്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. തുടർന്നുള്ള ക്ലാസ്സോടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.